നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് നിലവിൽ സ്വദേശിവൽക്കരണം കടുപ്പിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയും കുവൈറ്റും. കുവൈറ്റിൽ തൊഴിൽ അവസാനിപ്പിച്ച മടങ്ങുന്നവരിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യത്തെ തൊഴിൽ മേഖല വിട്ട് പോയവരുടെ പട്ടികയിൽ ഇന്ത്യൻ, ഈജിപ്ഷ്യൻ തൊഴിലാളികളാണ് മുന്നിലെന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ത്രൈമാസ റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമാക്കുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിലാണ് കുവൈറ്റിൽ നിന്നും തൊഴിലാളികൾ വിട്ടുപോയത്. അതോടൊപ്പം തന്നെ 16.1% ഇന്ത്യൻ പ്രവാസികൾ കുവൈറ്റിലെ തൊഴിൽ മേഖല വിട്ടപ്പോൾ 9.8% ഈജിപ്ഷ്യൻ തൊഴിലാളികൾ രാജ്യം വിടുകയുണ്ടായി. വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ സർക്കാർ മേഖലയിൽ നിരവധി മന്ത്രാലയങ്ങൾ പിന്തുടരുന്ന കുവൈറ്റ് വൽക്കരണ നയം നടപ്പിലാക്കുന്നത് 76.6% നിന്ന് 78.3% ആയിട്ടുണ്ട്. കൂടാതെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന കുവൈറ്റ് സ്വദേശികൾ 4.3% നിന്ന് 4.7% വർദ്ധിക്കുകയുണ്ടായി. കൂടാതെ 2021 കുവൈറ്റിൽ നിന്ന് 1,46,949 പ്രവാസികൾ പോയതാണ് ഇതിനുള്ള പ്രധാന കാരണം എന്നത്. കുവൈറ്റ് തൊഴിൽ വിപണിയിലെ പ്രവാസി തൊഴിലാളികളുടെ എണ്ണം 2020 81.5% ആയിരുന്നത് 2021 78.9% കുറയുകയും ചെയ്തു. 2021 മാർച്ച് അവസാനത്തെ തൊഴിൽ സ്ഥിതിവിവരക്കണക്കുകൾ പ്രകാരം പ്രവാസി തൊഴിലാളികളുടെ എണ്ണം കഴിഞ്ഞ വർഷം 9.3% കുറഞ്ഞിരുന്നു. 2020 മാർച്ചിലെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ 1,98,666 പ്രവാസികളുടെ കുറവാണ് രേഖപ്പെടുത്തിയത്. അതേസമയം കുവൈറ്റിൽ നിലവിലുള്ള കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പൂർത്തിയാക്കിയ യാത്രക്കാർക്കും അല്ലാത്തവർക്കും PCR പരിശോധന നടത്തുന്നതിനും പ്രവേശനാനുമതി നൽകാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. പുറത്തിറക്കിയ പുതിയ സർക്കുലർ അനുസരിച്ച് കുത്തിവയ്പ് എടുക്കാത്ത എല്ലാ യാത്രക്കാർക്കും PCR പരിശോധന നടത്തി കുവൈറ്റിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. DGCA ഇറക്കിയ മുൻ സർക്കുലർ അനുസരിച്ച് കുത്തിവയ്പ് എടുക്കാത്ത യാത്രക്കാർക്കുള്ള പ്രവേശനം കുവൈറ്റ് സ്വദേശികൾക്ക് മാത്രമായി നിയന്ത്രിച്ചിരുന്നു. എന്നാൽ പുതിയ സർക്കുലർ പ്രകാരം കുവൈറ്റിലേക്ക് വരുന്ന എല്ലാ യാത്രക്കാർക്കും പ്രവേശനം നൽകിക്കൊണ്ട് മുൻ സർക്കുലർ ഭേദഗതി ചെയ്തതായും അധികൃതർ അറിയിക്കുകയുണ്ടായി. ഇതോടെ കോവിഡ് വാക്സിൻ എടുക്കാത്തവർക്കും ഫെബ്രുവരി 20 മുതൽ കുവൈറ്റിൽ പ്രവേശിക്കാനാവുന്നതാണ്. എന്നാൽ യാത്രയ്ക്ക് 72 മണിക്കൂർ മുൻപ് എടുത്ത PCR പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.